ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ഫ്ലോ. ഞാൻ ഇന്നിവിടെ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാന്താരി മുളകും മാങ്ങയും ഇട്ടരച്ച ചമ്മന്തിയാണ് കേട്ടോ. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങാ ചമ്മന്തിയാണ് കേട്ടോ. അപ്പം മാങ്ങയും കാന്താരിയും കൂടെ ചേർത്തുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഒരു മീഡിയം സൈസ് മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 7 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയും കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ, പിന്നെ നമുക്ക് കറിവേപ്പില, ഉപ്പ്, ഇത്രയും മതി. ഒരു അടിപൊളി കാന്താരി മുളകും മാങ്ങയിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ മാങ്ങ ഇട്ട് കൊടുക്കണം. നല്ല പുളിയുള്ള മാങ്ങ കേട്ടോ. അപ്പം പുളി നോക്കിയിട്ട് വേണം നിങ്ങൾ ഇടാൻ. ഒരുപാട് പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ചിട്ടാൽ മതി. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. ഇത്രയും കാന്താരി മുളക് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ചുവന്നുള്ളി, ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ആദ്യമേ. അപ്പം ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് മാങ്ങ ഇട്ട ആരും പുളിയിടല്ലേ. ഞാനിത് എല്ലാവർക്കും ഇത് അറിയാവുന്നതായിരിക്കും. എന്നാലും ഞാൻ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെയാണ് നിങ്ങൾ അരച്ചെടുക്കേണ്ടത് കേട്ടോ. ഒരുപാട് അങ്ങ് അരയണ്ട. ഇതേ രീതിയിൽ നിങ്ങൾ അരച്ചെടുത്താൽ മതി. ഉപ്പൊക്കെ ഉണ്ട്. അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ കാന്താരി മുളകും മാങ്ങയും ചേർത്തരച്ച ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. വളരെ രുചികരമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പം ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട്. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ഒക്കെ ചെയ്യണേ. അപ്പം മറക്കാതെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇനി ഞാൻ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.